നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എസ്റ്റമാറ്റിൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് 2 ഓഫ് കപ്സ് എനർജിയാണ്. ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഒരു സോൾ കണക്ഷനുള്ള റിലേഷൻ ആയിട്ടാണ് കാണുന്നത്. ഒരു സ്പിരിച്വൽ കണക്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾ ഒരു പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയിരുന്ന ആളുകളായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നപ്പോഴേ ഒരു ഭയങ്കര ചേഞ്ച് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ഒരു ക്യാരക്ടറിൽ ചേഞ്ച് വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ സമൂഹത്തിനെ നോക്കി കാണുന്ന രീതിയിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഇതുവരെ പൊക്കോണ്ടിരുന്ന രീതിയിൽ നിന്ന് മാറി കുറച്ചുകൂടി സ്പിരിച്വൽ കാര്യങ്ങളിലോട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടാവാം. അങ്ങനെ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊരു ചേഞ്ച് ഈ റിലേഷൻ കാരണം നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങളെ തന്നെ ഒരു ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു കണക്ഷനാണ് ഈ ഒരു കണക്ഷൻ എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ അത്രയും ഇന്റൻസ് ആയിട്ടുള്ള, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ് ഈ പേഴ്സണുമായിട്ടുള്ള കണക്ഷൻ എന്നാണ് കാണിക്കുന്നത്. ജഡ്ജ്മെന്റ് എന്നാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു റിലേഷനിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആയിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സ്നേഹിച്ച് നിങ്ങളെ ചതിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള കണക്ഷൻസ് ഒക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് അപ്പോൾ അങ്ങനെയുള്ള കണക്ഷൻസ് ഒക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നതിന് ശേഷം നിങ്ങളെ സ്നേഹിക്കാൻ, നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് ഇപ്പൊ കണക്റ്റഡ് ആയി വന്നതായിട്ടാണ് കാണുന്നത്. അത് യൂണിവേഴ്സിന്റെ ഒരു ബ്ലെസ്സിങ്സ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പൊ യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കൊരു നീതി ലഭിച്ചതായിട്ടാണ് കാണുന്നത്. അപ്പൊ അത്രയും നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻസ് തരുന്ന ഒരു പേഴ്സൺ ആണ് ഇവര് എന്നാണ് കാണുന്നത് കേട്ടോ. ഏസ് ഓഫ് സോഴ്സ് എനർജിയാണ്. ഇപ്പോൾ നിങ്ങളുടെ റിലേഷനിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ, ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട്, അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ ശരിക്കും നിങ്ങളുടെ പേഴ്സണേക്കാൾ ഉപരി ഇവിടെ ആ ഒരു സാഹചര്യങ്ങളായിരിക്കാം. കാരണം ഈ ഒരു സോൾ കണക്ഷനുള്ള റിലേഷൻ ആകുമ്പോൾ സാഹചര്യങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് മെജോറിറ്റി വരാനുള്ള ചാൻസ്. അപ്പൊ അങ്ങനെ സാഹചര്യം കാരണമുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ദ ടവർ മൊമെന്റ് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ട് ഒരു തേർഡ് പേഴ്സന്റെ ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ വന്നിട്ട് ഈ റിലേഷനിൽ ഒരു എൻഡിങ് വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെ ഒരു എൻഡിങ് വന്നു എന്ന് കരുതി നിങ്ങൾ വിഷമിക്കേണ്ട സിറ്റുവേഷൻ ഇല്ല. ഇവിടെ ഈ ഒരു കണക്ഷൻ സോൾ കണക്ഷനുള്ള റിലേഷൻ ആയതുകൊണ്ട് തന്നെ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടപെടലുകളോ ഈ റിലേഷൻ എൻഡാക്കി പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ട് സാധിക്കില്ല എന്നാണ് കാണിക്കുന്നത്. എത്ര തന്നെ പ്രശ്നങ്ങൾ വന്നാലും വീണ്ടും നിങ്ങൾ തമ്മിൽ ഒരു റീകണക്റ്റഡ് ആവുന്ന റിലേഷനാണ് ഇത് എന്നാണ് കാണുന്നത് കേട്ടോ. സ്ട്രെങ്ത് കാർഡാണ് അടുത്തായിട്ട് വന്നിട്ടുള്ളത്. അതായത് എത്ര തന്നെ അകറ്റി നിർത്തിയാലും കൂടുതൽ സ്ട്രെങ്തൻ ആയിക്കൊണ്ടിരിക്കുന്ന റിലേഷനാണ് ഇത് എന്നാണ്. അതായത് ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന ഒരു പേഴ്സൺ ആണ് ഇവരുടെ ആ ഒരു ബോണ്ടിങ്, ഇവര് നിങ്ങൾക്ക് തരുന്ന സപ്പോർട്ട്, ആ ഒരു സ്നേഹം, ഇതെല്ലാം നിങ്ങളുടെ റിലേഷനെ കൂടുതൽ സ്ട്രെങ്തൻ ആക്കുകയും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ഉയർച്ചയിലോട്ട് പോകാനുള്ള ഒരു സപ്പോർട്ടായിട്ട് ഇവര് നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് കേട്ടോ. ദ സൺ കാർഡാണ്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് റിലേഷനിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. ഈ റിലേഷൻ എന്ന് പറയുന്നത് സൺ കാർഡ് വരുമ്പോൾ തന്നെ അതൊരു സത്യസന്ധമായിട്ടുള്ള റിലേഷൻ എന്നുള്ളതാണ് കാണിക്കുന്നത്. ആത്മാർത്ഥമായിട്ടുള്ള റിലേഷനാണ്. അപ്പം എത്ര തന്നെ അകറ്റാൻ ശ്രമിച്ചാലും എത്ര തന്നെ അകന്നു നിന്നാലും കൂടുതൽ കണക്ഷനിലോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി ഉള്ള റിലേഷനാണ്. അങ്ങനെ കൂടുതൽ കണക്റ്റഡ് ആയി വരികയാണ് ചെയ്യുക, അല്ലാതെ സെപ്പറേഷനിലോട്ട് പോവല്ല. ഇനിയിപ്പോൾ ഒരു സെപ്പറേഷൻ വന്നാലും അത് കൂടുതൽ നിങ്ങളുടെ കണക്ഷനെ കൂടുതൽ സ്ട്രെങ്തൻ ആക്കുകയാണ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. 10 ഓഫ് സോഴ്സ് എനർജിയാണ്. ഇപ്പോഴീ മാറി നിൽക്കുന്നതിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പെയിൻ, ഒരു മാനസികമായിട്ടുള്ള സംഘർഷം നിങ്ങളെ പേഴ്സൺ അനുഭവിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. പക്ഷെ ആ ഒരു പെയിനിൽ നിന്നും പുറത്ത് കടക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് സൺ കാർഡ് കാണിക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ ഒരു സെപ്പറേഷൻ പീരീഡ് നിങ്ങൾ അതിജീവിക്കും എന്നുള്ളതാണ്. അങ്ങനെ അതിജീവിച്ച് നിങ്ങൾക്ക് ഈ റിലേഷനുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം.
പ്രൊട്ടക്റ്റഡ് എന്നാണ് കാണിക്കുന്നത്. യൂണിവേഴ്സ് ആയിട്ട് തന്നെ ഈ റിലേഷനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഈ റിലേഷൻ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ചേർത്ത് നിർത്തുന്ന ഒരു കണക്ഷനാണ്. നിങ്ങളെ പേഴ്സണും അതുപോലെയാണ് ഈ റിലേഷൻ കാണുന്നത്. അത്രയും പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് അവർ ഈ റിലേഷൻ അവരുടെ ലൈഫിൽ ചേർത്ത് നിർത്തുന്നത് എന്നുള്ളതാണ്. അടുത്തത് ബെസ്റ്റ് സെൽഫ് എന്നുള്ളതാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ പേഴ്സണുമായിട്ടുള്ള കണക്ഷൻ, ഈ ഒരു സോൾ കണക്ഷൻ വന്നതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും മികച്ച ഒരു പേഴ്സണായിട്ട് നിങ്ങൾ മാറിയിട്ടുണ്ടാവാം. നിങ്ങളുടെ പല കഴിവുകളും നിങ്ങൾക്ക് പുറത്തെടുക്കാൻ പറ്റിയിട്ടുണ്ടാവാം. അങ്ങനെ ഒരു ബെസ്റ്റ് സെൽഫ് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സന്റെ വരവോടുകൂടി നിങ്ങൾക്ക് കണ്ടെത്താൻ, നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടാവാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ജൂലൈ 1987, കാർത്തിക, ചിത്തിര 1986, 1991, ഡിസംബർ, ഉത്രാടം 1988, പൂരാടം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.